മല്ലപ്പള്ളിയിൽ തെരുവ് നായ്ക്കളെ വന്ധീകരണം നടത്താൻ നടപടിയുമായി ഗ്രാമപഞ്ചായത്ത്. ഇതിനായി ബജറ്റിൽ തുക ഗ്രാമപഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുണ്ട്. മല്ലപ്പള്ളിയിലെ തെരുവുനായ ശല്യം വർദ്ധിക്കുമ്പോൾ ശക്തമായ നടപടിയുമായി മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിരിക്കുകയാണ്. തെരുവ് നായ്ക്കളെ കൊല്ലാൻ കഴിയില്ലെങ്കിലും അതിനെ വന്ധീകരിക്കുന്നതിന് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നേരത്തെ നടപടികൾ ആരംഭിച്ചതാണ്. ഇതിനായി ഗ്രാമപഞ്ചായത്ത് ബജറ്റിൽ തുകയും നീക്കിവെച്ചിട്ടുണ്ട്. പക്ഷേ പുളിക്കീഴിൽ നായ്ക്കളെ വന്ധീകരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ സർക്കാർ തലത്തിൽ വൈകുന്നതാണ് മല്ലപ്പള്ളിയിൽ നായ്ക്കൾ പെരുകാൻ കാരണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ പറഞ്ഞു. നമുക്ക് തെരുവുനായ്ക്കളെ നശിപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ. അതായത് നമ്മുടെ ഇതിൽ തെരുവുനായ്ക്കൾക്ക് വാക്സിനേഷൻ എടുക്കുന്നുണ്ട്. അത് ഒരു ഘട്ടത്തെ വാക്സിനേഷൻ്റെ കഴിഞ്ഞു. ഇനി അടുത്ത നടപടി ഈ ജൂൺ മാസം കഴിഞ്ഞ ഉടനെ ആവുന്നതാണ്. ഈ ഞാൻ ഇന്ന് കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് പരിസരത്തുമൊക്കെ ധാരാളം തെരുവുനായ്ക്കൾ അലിഞ്ഞ് നടക്കുന്നത്. അതിനെ പിടിച്ച് നമുക്ക് ഷെൽട്ടർ പുളുക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പണി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ നായ്ക്കളെയൊക്കെ പിടിച്ച് അവിടെ കൊണ്ടുപോകാവുന്നതാണ്. ABC പ്രോഗ്രാമിന് നമ്മൾ പഞ്ചായത്തിൻ്റെ ഇതിൽ ഫണ്ട് വെച്ചിട്ടുമുണ്ട്. പിന്നെ വാക്സിനേഷനെയാണ് നമുക്ക് തെരുവുനായ്ക്കൾക്ക് കൊടുക്കാൻ പറ്റിയ കാര്യം. കഴിഞ്ഞ ദിവസം മല്ലപ്പള്ളിയിൽ വെച്ച് തെരുവുനായയുടെ കടിയേറ്റ് 3 പേർക്ക് പരിക്കേറ്റിരുന്നു. മല്ലപ്പള്ളി വെള്ളിക്കല്ലുങ്കൽ VV രവി, ആനിക്കാട് നെടുമ്പാറ പുതുപ്പറമ്പിൽ PK ശശി, മല്ലപ്പള്ളി മാവിള മറിയാമ്മ വർഗീസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കൂടാതെ കീഴ്വായ്പൂര് കുളമാവുങ്കൽ രാഹുലിനെ നായ ആക്രമിച്ചുവെങ്കിലും മുറിവേറ്റില്ല. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലും ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിലും തെരുവുനായ്ക്കളുടെ ശല്യമേറുന്നത് കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണി ഉയർത്തുകയാണ്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തെരുവുനായ്ക്കളുടെ ശല്യമേറുന്നത് വിദ്യാർത്ഥികൾക്കും ഭീഷണി ഉയർത്തുകയാണ്. മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരം, ടൗൺ, കോട്ടയം റോഡ് തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തെരുവുനായ്ക്കൾ അടക്കി വാഴുകയാണ്. ആനിക്കാട് റോഡിലെ മത്സ്യവ്യാപാരികൾ ഇടുന്ന മത്സ്യങ്ങളുടെ വേസ്റ്റ് ഭക്ഷിക്കുന്നതിനാണ് നായ്ക്കൾ ഈ ഭാഗത്ത് താവളം അടിച്ചിരിക്കുന്നതെന്ന പരാതിയുമുണ്ട്. മത്സ്യങ്ങളുടെ വേസ്റ്റ് മത്സ്യവ്യാപാരികൾ സ്വയം സംസ്കരിക്കണമെന്ന നിയമം നിലവിലുള്ളപ്പോഴാണ് സ്ഥാപനങ്ങളുടെ സമീപം നായ്ക്കൾക്ക് തീറ്റയായി മത്സ്യാവശിഷ്ടം തോന്നുന്ന പോലെ ഇടുന്നത്.